ഈ അമേരിക്കയും ഇറാനെയും കൊണ്ട് മനുഷ്യന് കിടക്കപ്രതിയില്ല കേട്ടോ. ഞാൻ ഈ വിഷയം ഇടാം, എങ്ങനെയെങ്കിലും പോയി തൊലയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നലെ നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പക്ഷേ സംഗതി അവിടെ അവസാനിക്കുകയല്ല, തുടങ്ങുകയാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതായത് ട്രംപ് തുർക്കിയിൽ പോയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. തുർക്കിയിൽ അങ്കാറയിലാണ് നാറ്റോ മീറ്റിങ്ങോ ഒക്കെ സംഘടിപ്പിച്ച് അതൊക്കെ അവസാനിപ്പിച്ച് ട്രംപ് F-35 ചർച്ചയൊക്കെ കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസ് ഉണ്ടല്ലോ, മൊസാദിൻ്റെ ഒരു അറിയിപ്പ് വന്നു. ചേട്ടനെ അവർ തട്ടും. ആര്? ഇറാൻ. എന്നെ തട്ടാൻ ഒരുപാട് പേര്, അങ്ങനെ ലിസ്റ്റിട്ട് ആ ലിസ്റ്റിൽ നമ്പർ 1 ആടാ ഞാൻ. ലോകത്ത് ഒരുപാട് പേര് എന്നെ തട്ടാൻ കാത്തിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇറാനൊന്നുമല്ല, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവരെന്നെ തട്ടുമെന്ന് പറഞ്ഞ് പ്രമേയം വരെ പാസ്സാക്കിയിട്ടുണ്ട്. അവരുടെ കട്ടന്തറ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയത് അറിഞ്ഞില്ലേ? അത് പേടിച്ചിട്ട് എനിക്ക് കേരളത്തിലൊക്കെ ഒന്ന് പോയി ആ പച്ചപ്പൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷെ ഞാൻ പോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർ തട്ടും. ഞാൻ ട്രംപിൻ്റെ അപ്പോൾ ഒരു ആത്മസുഹൃത്ത് പുള്ളിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്, ആനാവൂർ നാഗപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങോട്ടൊന്നും വരരുത്, ഇവിടെ വലിയ പ്രശ്നമാണ് ഞങ്ങളുടെ പാർട്ടിക്കാർ. ഞാൻ പറഞ്ഞാലൊന്നും ആരും കേൾക്കുകയില്ല. ചേട്ടൻ എന്തെങ്കിലും ജീവഹാനി ഉണ്ടായാലും ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ എന്നൊക്കെ ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. ആനാവൂർ നാഗപ്പൻ പറഞ്ഞാൽ പിന്നെ അപ്പീലുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ പോകാത്തത്. അതുകൊണ്ട് എന്നെ കൊല്ലാൻ ഒരുപാട് പേരുണ്ടാകും. മൊസാദ് പറഞ്ഞു, ചേട്ടൻ ഈ തമാശയൊക്കെ മാറ്റി വയ്ക്ക്, ഞങ്ങൾ പറയുന്നത് കാര്യമാണ്. ആനാവൂർ നാഗപ്പനൊന്നും അല്ല ഇവിടെ പ്രശ്നം ഇറാനാണ്. ഇറാൻ തട്ടുമെന്ന് പറഞ്ഞാൽ അവൻ തട്ടും. അത് നിനക്കെങ്ങനെ അറിയാം? ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ക്ലിയർ ഇൻഫർമേഷനുണ്ട്. മാത്രമല്ല ചേട്ടൻ്റെ സീക്രട്ട് സർവീസ് ചേട്ടന് ഈ ഇൻഫർമേഷൻ തന്നിട്ടുമുണ്ട്, അതും ഞങ്ങൾക്കറിയാം. എടാ, ഇവൻ പാഷാണത്തി കൃമിയാണല്ലോ. എൻ്റെ സീക്രട്ട് സർവീസ് ഈ വിവരം തന്നു നിനക്കെങ്ങനെ അറിയാം? ചേട്ടൻ്റെ സീക്രട്ട് സർവീസിൽ ഞങ്ങളുടെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പറയുന്നത് സത്യമല്ലേ? ചേട്ടൻ്റെ സീക്രട്ട് സർവീസ് ഈ ഇൻഫർമേഷൻ തന്നിട്ടില്ലേ തട്ടാൻ സാധ്യതയുണ്ട് എന്ന്? അല്ല, ഇപ്പോൾ എന്ത് ചെയ്യൂടാവുക? ചെയ്യാനിപ്പോൾ ആകെ ചെയ്യാവുന്ന ഒരു കാര്യം, ചേട്ടൻ തിരിച്ചു പോകുന്ന ആ പ്ലെയിൻ ഒന്ന് മാറ്റണം. എടാ, എൻ്റെ പ്ലെയിൻ മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം അറിയില്ലേ? ആ നാട്ടുകാരറിയും. ഇപ്പോൾ ഒന്നേ ജീവൻ അല്ലെങ്കിൽ നാട്ടുകാർ, രണ്ടിലൊന്ന് ചേട്ടൻ തീരുമാനിക്കുന്നു. അല്ലെ ജീവനാണ് വലുത്, അങ്ങനെയാണ് പ്ലെയിൻ മാറ്റിക്കോ. അങ്ങനെ ട്രംപ് വന്ന പ്ലെയിൻ, ആ പ്ലെയിൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഖത്തർ സംഭാവനയായിട്ട് കൊടുത്ത പ്ലെയിനാണ്. $400 മില്യൺ വിലയുള്ള ബോയിങ്ങിൻ്റെ വലിയ വിമാനം. അത് ഖത്തർ ചുമ്മാ അങ്ങ് കൊടുത്തു ട്രംപിന്. ഓർക്കണുണ്ടല്ലോ ആ സംഭവം? ചുമ്മാ ഒരു സമ്മാനം, ഇരിക്കട്ടെ ചേട്ടാ, അയ്യോ ഇത്രയും വലിയ പ്ലെയിനൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രംപ് സന്തോഷത്തോടെ അത് മേടിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ട് അതിലെന്തോ ഫിറ്റിങ്ങൊക്കെ നടത്തിയിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റ് സഞ്ചരിക്കുന്ന എയർഫോഴ്സ് 1, അപ്പോൾ 2 എയർഫോഴ്സ് 1 ഒരെണ്ണം ഒറിജിനലി പുള്ളിയുടെ ഉള്ളത്, വേറൊന്ന് ഖത്തർ തന്നത്. ഈ ഖത്തർ തന്ന പുതിയ പ്ലെയിനിലാണ് പുള്ളി ചിഞ്ചക്കന്താരോ എന്നൊക്കെ പറഞ്ഞിട്ട് നാട് ഇങ്ങനെ ചുറ്റുന്നത്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഈ പ്ലെയിൻ പറ്റില്ല, പ്ലെയിൻ മാറ്റണം. അപ്പോൾ സീക്രട്ട് സർവീസും പറഞ്ഞു, അത് സാറേ ഇതിനകത്ത് ഇച്ചിരി പോന്നു പോരായികയൊക്കെ ഉണ്ട്. അതെന്താണോ അത്? അല്ലെ, മറ്റേതിലുള്ള അത്രയും മിസൈലും സംഗതിയൊന്നും ഇതിലില്ല. ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ അതിലാണ് കൂടുതലുള്ളത്. അപ്പോൾ പഴയതാണോ നല്ലത്? അല്ല, പഴയത് നല്ലതെന്ന് പറയുന്നില്ല, പക്ഷേ പഴയതിൻ്റെ അത്രയും സംവിധാനം ഇതിൽ ഒരുക്കി തീർന്നിട്ടില്ല. ഇതിപ്പോൾ കിട്ടിയതല്ലേ ഉള്ളൂ കയ്യിൽ. 2-2.5 വർഷം എടുക്കും ഇതൊക്കെ ട്രയലൊക്കെ എടുത്ത് ഓരോന്നൊക്കെ ആയിട്ട് ഫിറ്റ് ചെയ്ത് ഫുൾ ഫ്ലെഡ്ജ് ആവാൻ ഇച്ചിരി താമസിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് സേഫ് പഴയ പ്ലെയിൻ തന്നെയാണ്. എന്നാൽ ശരി, പഴയ പ്ലെയിൻ വരാൻ പറ. പഴയ പ്ലെയിൻ വന്നു. ട്രംപ് അതിൽ കയറി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ നിന്ന് പുതിയ പ്ലെയിനിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയി. എന്നാൽ പിന്നെ പഴയതിൽ തന്നെ അങ്ങ് പോയാൽ പോരെ അമേരിക്ക വരെ? ഇല്ല, ഇംഗ്ലണ്ടിൽ ഇറങ്ങിയിട്ട് പുതിയതിൽ കയറി. അതിൻ്റെ ഇടകൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഖത്തർ കൊടുത്ത പ്ലെയിൻ അതിന് സെക്യൂരിറ്റി പ്രശ്നമുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞതായിട്ട് ഖത്തർ അറിഞ്ഞാൽ
ഖത്തറിനൊരു ക്ഷീണമല്ലേ? നമ്മളെന്തോ അമേരിക്കൻ പ്രസിഡൻറ്റിനും പാര വയ്ക്കാനായിട്ടാണ് ഈ പ്ലെയിൻ കൊടുത്തത് എന്നൊരു വ്യാഖ്യാനം വരുമല്ലോ. ഈ പ്ലെയിനൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഏടാകൂടെ ഒപ്പിച്ച് വെച്ചിട്ട് ഒരു 2 വർഷം കഴിയുമ്പോൾ പൊട്ടുന്ന രീതിയിൽ, 3 വർഷം കഴിയുമ്പോൾ പൊട്ടുന്ന രീതിയിലൊക്കെ സംഗതികൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതാരും അറിയില്ല. സംഗതിയൊക്കെ ക്ലിയറാണ്. വെറും ഒരു നട്ടും ബോൾട്ടും ആയിരിക്കും. ഈ നട്ടും ബോൾട്ടും 3 വർഷം കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഡിസൈൻ, അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ കൊണ്ട് എന്തും സാധിക്കാവുന്നതാണല്ലോ. ഞാൻ ഈ ഇൻ്റർനെറ്റൊക്കെ വരുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറുകളൊക്കെ വന്നു, ഇൻ്റർനെറ്റ് ഇല്ല. ആ സമയത്ത് എൻ്റെ കമ്പനി പതിവായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനിക്കും അവർക്കും ഇവർക്കുമൊക്കെ സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ കാശ് തരികയില്ല. വലിയ പ്രയാസമാണ്. സർക്കാരിൽ നിന്ന് കാശ് മേടിച്ച് ഇപ്പോൾ വലിയ പ്രയാസമാണല്ലോ. അത് കേരള സർക്കാരാണെങ്കിലും തമിഴ്നാട് സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും സർക്കാരിൽ ജോലി ചെയ്തോ അവർ കാശ് തരില്ല. പുറകെ നടത്തി മനുഷ്യനെ കൊല ചെയ്യും. അപ്പോൾ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നും കമ്പ്യൂട്ടറിൽ സ്ലീപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞൊരു സിഗ്നലുണ്ട്. അത് ഒരു പ്രത്യേക ദിവസത്തേക്ക് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം ആ സമയത്ത് ഈ കമ്പ്യൂട്ടർ അങ്ങ് ഉറങ്ങിക്കളയും. പിന്നെ ആന പിടിച്ചാൽ ഇവൻ അനങ്ങില്ല. പിന്നെ സർവീസ് എഞ്ചിനീയറെ വിളിക്കണം. അപ്പോൾ ഞങ്ങൾ ഒരു 2 മാസം കടത്തി ഒരു സ്ലീപ്പ് സിഗ്നൽ ഇട്ട് വയ്ക്കും. 2 മാസത്തിനുള്ളിൽ കാശ് തന്നില്ലെങ്കിൽ ഈ സ്ലീപ്പ് സിഗ്നൽ വർക്ക് ചെയ്യും, കമ്പ്യൂട്ടർ അനങ്ങില്ല. അപ്പോൾ ഞങ്ങളെ വിളിക്കും, അയ്യോ ഓടി വായോ കമ്പ്യൂട്ടർ അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല സാറേ, കാശ് തരാനുണ്ടല്ലോ, ആളെ വിടാനായിട്ട് ഞങ്ങളുടെ കാശില്ല, പൈസയ്ക്ക് വലിയ ടൈറ്റാ എന്നൊക്കെ പറയും. അപ്പോൾ കാശ് ഇറങ്ങി വരും. ഇതാണ് ടെക്നിക്ക്. ഇനി അവർ കാശ് തന്നെന്ന് വെച്ചോ, നമ്മളൊരു സർവീസ് എഞ്ചിനീയറെ അയച്ചിട്ട് ഈ സ്ലീപ്പ് സിഗ്നൽ മാറ്റിക്കളയും. ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്പോൾ അന്നേ ഇതുപോലത്തെ ടെക്നോളജിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് പറയാനുണ്ടോ? ഞാൻ ഈ 30-35 വർഷം മുമ്പത്തെ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ്, ഇൻ്റർനെറ്റൊക്കെ വന്നു, അത്യന്താധുനിക സംവിധാനങ്ങളായി. ഖത്തറിലിരുന്നോ ഇറാനിലിരുന്നോ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ട്രംപിൻ്റെ വിമാനം ബും പണി കഴിയും. അതുകൂടാതെ നമ്മുടെ അലി ഖമനയുടെ വിലാപയാത്ര പോയല്ലോ, അങ്ങേരെ ഇന്നലെ കബറടക്കി. അപ്പോൾ ഈ യാത്രയിൽ കൂടിയ ആൾക്കാർ ചുവന്ന നിറത്തിൽ വലിയൊരു തുണി തലയ്ക്ക് മുകളിൽ ഇങ്ങനെ 2 കൈ കൊണ്ടും പിടിച്ചുകൊണ്ടാണ് നടന്നത്. വലിയ വലിപ്പമുള്ളൊരു തുണി. ആ തുണിയിൽ വി വിൽ കിൽ ട്രംപ് എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ആ തുണിയുടെ പുറത്ത് എഴുതിയ സ്ഥിതിക്ക് ഇത് ആകാശത്ത് നിന്നേ കാണാൻ പറ്റുള്ളൂ. താഴെയുള്ളവർ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് ജാഥ പോലെ നടക്കുക, നല്ല നീളത്തിൽ വി വിൽ കിൽ ട്രംപ് എന്ന് എഴുതിയിരിക്കുന്നു. അത് അമേരിക്കയ്ക്കുള്ളൊരു മുന്നറിയിപ്പാണല്ലോ, ഞങ്ങൾ നിന്നെ തട്ടും എന്ന് പറഞ്ഞാൽ തട്ടും. ഇപ്പോൾ ഈ വന്ന് നിൽക്കുന്ന സംഗതി എന്താണെന്ന് ഇതാകെ മനസ്സിലാകുന്ന ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. അവർ കാര്യമായിട്ട് തന്നെ അമേരിക്കയോട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല സംഗതി. നമ്മൾ കൊന്നിരിക്കുന്നത് ആരെയാണ്? അവരുടെ പരമാചാര്യനാണ് അലി ഖമനൈ. അങ്ങേരെയും അങ്ങേരുടെ കുടുംബത്തെയും. ഒരു മകൻ മാത്രം, മുജ്തബ ഖമനൈ മാത്രം രക്ഷപ്പെട്ടു, ബാക്കിയുണ്ട് എന്നൊക്കെ പറയുന്ന അയാൾ ഇതുവരെ ഉപരിതലത്തിൽ കണ്ടിട്ടില്ല. ഭൂമിക്കടിയിൽ എവിടെയോ ഇരിക്കുകയാണ്, കിടക്കുകയാണ്, തകർന്നിരിക്കുകയാണ്, 10-30 കുഴലൊക്കെ കയറ്റി കിടത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഇനി മരിച്ചു തന്നെ പോയൊന്നും അറിയില്ല, ആർക്കും ഒരു വിവരമില്ല. ഏതായാലും ഉണ്ടോ എന്ന് പറയുന്നു. IRGCക്കാർ മാത്രമേ ഇദ്ദേഹത്തെ കാണാൻ സമ്മതിക്കൂ. വേറെ ആരും, നമ്മുടെ പെഷസ്കിയാനോ ഒന്നും പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കാണാൻ പറ്റില്ല. അതാണ് മുസ്തഫ ഖമനൈ. അപ്പോൾ ആ കുടുംബത്തെ കംപ്ലീറ്റ് നമ്മൾ തീർത്തു. ഒരാൾ അർദ്ധപ്രാണനായിട്ട് ജീവനോടെ ഉണ്ട്. അവർ നമ്മളെ വെച്ചേക്കുമോ? ഈ IRGC എന്ന് പറയുന്നത് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോർ. ഈ സാധനം ഉണ്ടാക്കിയത് തന്നെ ഖമനയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇറാനിൽ 2ആണല്ലോ ഭരണകൂടം. ഇറാനിൽ ആരെങ്കിലും ചോദിച്ചാൽ പറയും ജനാധിപത്യമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റുണ്ട്. പെസഷ്കി, എൻ്റെ അമ്മോ, ഈ പെസഷ്കിയാൻ കാരണം എനിക്ക് കിടക്കപ്രതിയില്ല. അങ്ങനെ പ്രസിഡൻറ്റ് പെസഷ്കിയാനുണ്ട്. അതിന് താഴെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരാഗ്ചിയുണ്ട്. അവർക്കൊരു ഓം ബിർളയുണ്ട് സ്പീക്കർ. അവരുടെ ഓം ബിർളയാണ് ഗാലിബിഫ്. അപ്പോൾ ഈ ഗാലിബിഫുണ്ട്. ഇതൊക്കെ പാർലമെൻറ്റ് സംഗതി കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥ ഭരണം ആരുടെയാണ്? അലി ഖമനയുടെ ഭരണമാണ്. യഥാർത്ഥ പട്ടാളം ഏതാ?
IRGC. എന്നാൽ ഇറാന് വേറെ പട്ടാളമില്ലേ? ഉണ്ട്. ഇറാൻ്റെ വേറെ പട്ടാളമുണ്ട്, എയർഫോഴ്സുണ്ട്, നേവിയുണ്ട്, ഒക്കെയുണ്ട്. ബട്ട് ഇവർ പാരലായിട്ടുണ്ട്. അപ്പോൾ പാരലൽ ഭരണമാണ് അലി ഖമനയുടെ ഭരണം. ചോദിച്ചാൽ ജനാധിപത്യം, ചോദിച്ചില്ലെങ്കിൽ ഏകാധിപത്യം. ഇതാണ് ഇറാൻ്റെ സെറ്റപ്പ്. അപ്പോൾ സ്വന്തം സംരക്ഷണത്തിനായിട്ട് ഒരു സേനയുണ്ടാക്കിയിട്ട് ഒരു പ്രയോജനവുമില്ലാതെ കുടുംബം അടച്ച് ബോംബിട്ട് തകർന്നു പോയ അവസ്ഥയാണ് ഖമനയുടെ. അതിൻ്റെ ഒരു കുറ്റബോധം IRGCക്കുണ്ട്. എന്തിനു വേണ്ടി ഞങ്ങളെ സൃഷ്ടിച്ചോ ആ കാര്യം നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. ഈ ഒരു ഖേദം അവരുടെ ഉള്ളിൽ കിടക്കുന്നു. അതിന് കാരണക്കാരൻ നമ്പർ 1 ട്രംപ്, നമ്പർ 2 നെതന്യാഹു. വേണമെങ്കിൽ രണ്ടുപേരും നമ്പർ 1 ആണെന്ന് പറയാം. ഏതായാലും ട്രംപാണ് ഇതിൻ്റെ കീ പോയിൻ്റ്. പുള്ളിയാണല്ലോ അവിടെ ഇരുന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഓരോ പ്രസ്താവനയൊക്കെ ഇറക്കി അലമ്പാക്കി ഇങ്ങനെ പോകുന്ന ആൾ. അതുകൊണ്ട് വി വിൽ കിൽ ട്രംപ്. ഇസ്രായേൽ പറഞ്ഞു ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഇതൊരു ആവേശത്തിന് ജാഥയിൽ മുദ്രാവാക്യം വിളിക്കുന്നതൊന്നുമല്ല, അവരുടെ തീരുമാനമാണ്. ഡിറ്റർമിനേഷൻ. ഒരു സിനിമയിൽ മമ്മൂട്ടി പോലീസുകാരനായിട്ട് IG യോട് പറയുന്നു, ഇത്രയൊക്കെ സന്നാഹം നടന്നിട്ട് ഈ മന്ത്രിയെ ഈ ആൾ കൊല്ലുമോടോ എന്ന് ചോദിക്കുന്നു. മമ്മൂട്ടി അപ്പോൾ മറുപടി പറയുന്നുണ്ട്, സാർ ഡിറ്റർമിനേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം സാറിന് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. ഒരാൾ വേറൊരാളിനെ കൊല്ലാൻ തീരുമാനിച്ചാൽ കൊന്നിരിക്കും എന്നുള്ളതാണ് ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. എങ്ങനെയും, കാരണം ഡിറ്റർമിനേഷൻ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണം. അല്ലാതെ പോയാൽ പോട്ടെ, നടന്നാൽ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനെ ഡിറ്റർമിൻഡാണ് ഇറാൻ IRGC. അവർ ട്രംപിനെ കൊല്ലും. ഇതാണ് ഇസ്രായേലിൻ്റെ അഡ്വൈസ്. അതുകൊണ്ട് ആ ട്രംപ് ഏത് ആകാശത്ത് പോയി ഒളിച്ചാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും ഇറാൻ അവിടെ വന്ന് ട്രംപിനെ തീർക്കും. ഇത് ഇസ്രായേലിനെ മനസ്സിലാവുള്ളൂ. കാരണം ഇസ്രായേൽ ഇത് ചെയ്യുന്നവരാണ്. മനസ്സിലായോ? ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നവരാണ്. അവർ പിന്നാലെ പോയിട്ട് 10 വർഷം 15 വർഷം കഴിഞ്ഞാലും അവർ നിശ്ചയിച്ച ആളിനെ അവർ കൊന്നിരിക്കും. അതുകൊണ്ട് ട്രംപിനും ഇതേ ഗതി വരും എന്നാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താ? ഉടനെയൊന്നും ഇറാന് ട്രംപിനെ കൊല്ലാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു ലോൺ വുൾഫ് അറ്റാക്ക് എന്ന് പറയുമല്ലോ, ഒരാൾ ഒറ്റയ്ക്ക് പോയിട്ട് സാഹസികമായിട്ട് വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത്, അത് പ്രായേണ അസാധ്യമാണ്. അമേരിക്കൻ പ്രസിഡൻ്റ് അടുത്ത് പോകാൻ ട്രംപിൻ്റെ നേർക്ക് 1-2 വെടിവെപ്പൊക്കെ ഉണ്ടായി. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വെടിവെപ്പ് ഉണ്ടായി. അത് ചെവിയിൽ വെടിവെച്ച് ചെവിയിൽ ചോരയൊക്കെ വന്ന് ട്രംപ് രക്ഷപ്പെട്ടു. പിന്നെയും 1-2 തവണയൊക്കെ ഉണ്ടായി. ട്രംപ് ഇല്ലാത്തപ്പോൾ ട്രംപിൻ്റെ വീട്ടിൽ കയറി ഒരുത്തനെ ആകാശത്തേക്ക് വെടിവെക്കുകയോ അങ്ങനെ എന്തൊക്കെയോ മണ്ടത്തരമൊക്കെ കാണിച്ചു. അതൊന്നും ഗൗരവമുള്ള കാര്യങ്ങളല്ല. അത് ഇറാൻ ഓർഗനൈസ് ചെയ്തതുമല്ല. ഇറാൻ ഓർഗനൈസ് ചെയ്താൽ ഇറാൻ അത് നടപ്പാക്കിയിരിക്കും എന്ന് ഇസ്രായേലിനറിയാം. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്, ചേട്ടൻ ഈ സീസ് ഫയർ നടത്തി, എന്തായി ഒടുവിൽ? ഒന്നും സംഭവിച്ചില്ലല്ലോ. അവർ കപ്പൽ ആക്രമിച്ചു, ചേട്ടൻ അവരെ തിരിച്ചാക്രമിച്ചു. ഇന്നലെയും കൂടെ 10-40 സ്ഥലത്ത് അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാനിൽ. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് അവിടെ തൊട്ടാൽ അവിടെ ഭസ്മമാക്കിയിട്ട് വേണം ഇറങ്ങാൻ. അതല്ല, ഒരാളെയെങ്കിലും ബാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും. സാമാന്യ ജനങ്ങളെ അല്ല കേട്ടോ. ഇവരുടെ ഈ ഹെറാർക്കി ഉണ്ടല്ലോ, ഖമനി ഫാമിലിയുടെ ലെഗസി, അത് കംപ്ലീറ്റ് തീർക്കണം. ആ കുടുംബത്തെ മുഴുവൻ തീർത്ത് IRGCയെ ഛിന്ന ഭിന്നമാക്കിയാൽ മാത്രമേ ഈ ഏർപ്പാട് അവസാനിക്കുകയുള്ളൂ. അത് ചെയ്യാനായിട്ട് ഒരുപക്ഷെ മൊത്തം ഇറാനെ നമുക്ക് നശിപ്പിച്ചിട്ട് ശിലായുഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അത്ര കടുത്ത ആക്രമണം നടത്തേണ്ടി വരും. അവരുടെ ഇലക്ട്രിസിറ്റി മുഴുവൻ നശിപ്പിക്കുക, അവരുടെ ഓയിൽ കംപ്ലീറ്റ് തീ വെച്ച് നശിപ്പിക്കുക, ഇങ്ങനെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ നശിപ്പിച്ചിട്ട് ശിലായുഗത്തിൽ ഒന്നും ഉണ്ടാവില്ല. അവരുടെ ഭക്ഷണം പോലും ഉണ്ടാവില്ല. ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ഫ്രഷായിട്ട് ഒരു കാര്യം ഇറാനിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പെഷസ്ക്യാനും അബ്ബാസ് അരാഗ്ചിയൊക്കെ വെറുതെ വാചകടിക്കുന്നതാണ്.
അവർ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. പക്ഷേ അവരുടെ കയ്യിലല്ല ഈ നിയന്ത്രണം ഇരിക്കുന്നത്. നിയന്ത്രണം IRGCയുടെ കയ്യിലാണ്. IRGCയെ തകർക്കണമെങ്കിൽ ഈ പറഞ്ഞ ആളുകളെ മുഴുവൻ തകർക്കണം. അതിൽ IRGCയുടെ കമാൻഡർമാർ ഇവരൊക്കെ പെട്ട് കാണും. ഈ പ്രതിജ്ഞ ഇറാൻ ഇപ്പോൾ എടുത്തതൊന്നുമല്ല. പണ്ട് ഇവരുടെ നേതാവായിരുന്ന കാസിം സുലൈമാനിയെ കൊന്ന സമയം മുതൽ, അയാൾ 2020 അങ്ങനെ ഏതാണ്ടാണ് കൊല്ലുന്നത്, അന്ന് അവരെടുത്ത തീരുമാനമാണ്. അലി ഖമനേയി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ തീരുമാനം അവരാവർത്തിച്ച് ഉറപ്പിച്ചു. അവർ ട്രംപിനെ കൊല്ലും. ഇതാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ബോധ്യം വന്നിട്ടുള്ളത്. അമേരിക്കയുടെ സീക്രട്ട് സർവീസും ഇതേ വിവരം ട്രംപിന് കൊടുത്തു. എൻ്റെ പൊന്നു സാറേ, നടക്കുന്നത് സൂക്ഷിച്ച് വേണം, അവന്മാരെപ്പോൾ വേണമെങ്കിലും തട്ടും. ട്രംപ് സ്വതസിദ്ധമായ തമാശയൊക്കെ പുള്ളി ട്രൂത്ത് സോഷ്യലിലൊക്കെ എഴുതി കേട്ടോ. ഞാൻ ഹിറ്റ് ലിസ്റ്റിൽ നമ്പർ 1 ആണ് കേട്ടോ, നോക്കിക്കോളണം എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയുന്നുണ്ട് പുള്ളി. പക്ഷേ സംഭവം അങ്ങനെയല്ല, അത് കാര്യമാണ്. കാരണം ഇതിനകത്ത് നിങ്ങൾ നോക്ക്, മതമാണ് പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് പ്രശ്നം എന്ന് തിരിച്ചറിയുന്നവൻ നെതന്യാഹു മാത്രമാണ്. അദ്ദേഹം മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ട്രംപ് കേട്ടാൽ ട്രംപിന് നല്ലത്, അല്ലെങ്കിൽ നമുക്കെന്താ, അല്ലേ? താങ്ക് യു.